കോഴിക്കോട്ടെ ഇടയിലെ ഹോട്ടൽ ഏകദേശം 600 വർഷത്തോളം പഴക്കമുള്ള നമ്മൾ മിഷ്കൽ പള്ളീൻ്റെ അടുത്തായിട്ട് ശരിക്കും ഒരു ഇടയിലുള്ളൊരു ഹോട്ടൽ. അതായിരിക്കും ചിലപ്പോൾ അവർ അതിന് അങ്ങനെ പേരിട്ടത്. കോഴിക്കോട് വന്നിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഈ ഹോട്ടലിൻ്റെ പേരായിരിക്കും കേട്ടോ. ഏകദേശം 70 വർഷത്തോളം ഈ ഹോട്ടലിന് പഴക്കമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. രാവിലെ തന്നെ നല്ല അടിപൊളി ഫുഡ് കഴിക്കാൻ വേണ്ടി പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. തിരക്ക് കാരണം ആൾക്കാർ ഫുഡ് വാങ്ങിയിട്ട് പുറത്തൊന്നും കഴിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റിനായിട്ട് തന്നെ ഇറച്ചിക്കട ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടായാലും അതിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് കഴിച്ചത്. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കോംബോ എന്ന് പറയുന്നത് നല്ല ചൂടോടുകൂടിയുള്ള ഉപ്മാവും ബീഫും, അതേപോലെ പഴംപൊരിയും ബീഫും, പൊറോട്ടയും ബീഫും. ബീഫാണ് മെയിൻ. ഞങ്ങളും പഴംപൊരിയും ഉപ്മാവും ബീഫും തന്നെയാണ് വാങ്ങിച്ചത്. പിന്നെ ഞാൻ ബീഫ് കഴിക്കാത്തതുകൊണ്ട് ഒരു ചിക്കൻ കറിയും കൂടെ വാങ്ങി. ബീഫ് കാണുമ്പം പക്ഷേ നല്ല കൊതിയൊക്കെ വരും കേട്ടോ. നല്ല സവാളയും ചെറുനാരങ്ങയൊക്കെ ഇട്ട് നല്ല മൊഞ്ചാക്കിയിട്ടാണ് ഇവരെ സെർവ് ചെയ്യുന്നത്. പക്ഷേ കഴിച്ച് ശീലമാകാത്തതുകൊണ്ട് ഞാൻ കഴിക്കാൻ നിന്നില്ല. എൻ്റെ ഫ്രണ്ട് നല്ല ആസ്വദിച്ച് കഴിച്ച് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ ബീഫ്. ബീഫിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത 2 ഐറ്റംസാണ് ഈ പഴംപൊരിയും ഉപ്മാവും. അത് വെറുതെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉപ്മാവൊന്നും സാധാരണ വീട്ടിലൊന്നും ഉണ്ടാക്കി നമ്മളാരും കഴിക്കാറില്ല. പക്ഷേ ഹോട്ടലത്തെ ഉപ്മാവ് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു നെയ്യ്, നല്ല സോഫ്റ്റ്, അത്രയും സോഫ്റ്റാണ് സാധനം. അതേപോലെ തന്നെ പഴംപൊരിയും അടിപൊളിയാണ്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ശരിക്കും കറിയില്ലാണ്ട് തന്നെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ചായൻ്റെ കൂടെ. ഇവിടുത്തെ മറ്റൊരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് പറയുന്നത് മസാല ബോണ്ടയാണ്. ഞങ്ങൾ അതും ഒരെണ്ണം വാങ്ങിച്ചിന് കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എല്ലാവരും എടുത്തു പറയാത്ത മറ്റൊരു ഐറ്റമാണ് നമ്മുടെ ചായ. ഫുൾ ഗ്ലാസ്സിൽ പകുതിയേ ചായ ഉള്ളുവെങ്കിലും ഉള്ള സാധനം അടിപൊളിയാണ്. നല്ല പാകത്തിന് കടുപ്പവും പാകത്തിന് മധുരമൊക്കെ ആയിട്ട് രാവിലെ തന്നെ അത് കുടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. എവിടെ പോയാലും പിന്നെ 2 ചായ നമുക്ക് മസ്റ്റാണല്ലോ. ഞാൻ 2 ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയിലെ കട രാവിലെ 5:30 മുതലേ ഓപ്പൺ ആയിരിക്കും. പക്ഷേ ബീഫൊക്കെ ആവാൻ ഒരു 7:30-8 മണീൻ്റെ അടുത്താവും. രാത്രി 9:30 വരെ ഷോപ്പ് ഓപ്പൺ തന്നെയായിരിക്കും. പഴംപൊരിയും ഉപ്മാവും കൂടാണ്ട് ഇവിടെ പുട്ടും പത്തിരിയും പൊറോട്ടയും ഈ വക സാധനങ്ങളൊക്കെ ഉണ്ട് ബീഫിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ കോഴിക്കോട് വരികയാണെങ്കിൽ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് എന്തായാലും ഇത് നല്ലൊരു ഓപ്ഷനാണ്. രാവിലെ നല്ല തിരക്കാട്ടോ. ഞങ്ങൾ കഴിച്ചിറങ്ങുമ്പോൾ തിരക്ക് അധികമായിട്ടേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ടാണ് വലിയ തിരക്കില്ലാണ്ട് കിട്ടിയത്.